നീറ്റ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ച സുപ്രീം കോടതിയിൽ സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തണമെന്ന് കോടതി. കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ വേണം. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIക്കും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. ഇന്നാവ കുഴിയടയ്ക്കാം പരമ്പരയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ. തലസ്ഥാനത്തെ തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ പ്രവർത്തന പദ്ധതി സമർപ്പിക്കാൻ നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. CPIM ശൈലിയിൽ തിരുത്തൽ വരുത്തണമെന്ന് PB അംഗം MA ബേബി. ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണി. സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിയായെന്നും വിമർശനം. PSC അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കോഴ വാങ്ങിയ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിക്ക് CPIM. വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്തുവെന്ന് പാർട്ടി കരുതുന്നില്ലെന്ന് MV ഗോവിന്ദൻ. തൃശൂരിലെ മേയർ സുരേഷ് ഗോപി ആരാധനാ ബന്ധത്തിനെതിരെ കടുത്ത നിലപാടുമായി CPI. മുൻധാരണ പ്രകാരം MK വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി. ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് മേയറുടെ നിലപാട് കാരണമായുവെന്നും ആരോപണം. സംസ്ഥാനത്ത് മഴ കനക്കും. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. നിയമം ലംഘിച്ച് ഷുഹൈബ് കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര. നമ്പർ പ്ലേറ്റും സൈഡ് മിററും ഇല്ലാത്ത ജീപ്പിലുള്ള യാത്ര വയനാട്ടിൽ. പണ്ടേ ഞാൻ ഓങ്ങിയതാ. അന്നൊക്കെ രാമകൃഷ്ണൻ തന്നെയാ തടുത്തെറിയത്. ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറഞ്ഞു. മൂന്നാറിൽ തുടർക്കഥയായി കാറിലെ നിയമലംഘന അഭ്യാസം. കുറ്റവാളികളുടെ റീലുകൾ കണ്ട് കോരിത്തരിക്കുന്ന സമൂഹമായിട്ട് മാറിയിരിക്കുകയാണോ കേരളത്തിലെ മലയാളി സമൂഹം? കുറ്റവാളികളുടെ റീലുകൾ ഇറക്കിയാൽ അത് കണ്ടിരിക്കാൻ